നടക്ക്. തീരെ സമയമില്ല. ഏതാ ബാത്റൂം? അല്ല, ബെഡ്റൂം. ഇത് ഇന്നു മുതൽ ഒരു നവജീവിതത്തിലേക്ക് നിങ്ങൾ പദമുന്നി കഴിഞ്ഞു. നിയമത്തിന്റെ മുന്നിൽ നിങ്ങൾ രണ്ടുപേരും അംഗീകൃത ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞു. സുന്ദരേശ് സാറേ, അത് മോശം. നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ സാഹസങ്ങളൊക്കെ കാണിച്ചത്? എനിക്ക് ആഗ്രഹാരം. ആരൊക്കെ നമുക്ക് വാങ്ങാം അല്ലേ സാറേ? പിന്നല്ലാതെ. നിങ്ങളുടെ രണ്ടാളുടെ കല്യാണം എല്ലാ ബന്ധുമിത്രാദികളെ അറിയിച്ചുകൊണ്ടായിരിക്കും. അതുപോലെ വന്നേ, നടക്ക്. അവിടെ ഏതായാലും നിങ്ങളുടെ ആദ്യ രാത്രിയെ കുറിച്ച് എനിക്ക് എന്റേതായ കാഴ്ചപ്പാടുകളുണ്ട്. ഒരു ഭാര്യയുടെ ധർമ്മങ്ങൾ, ഭർത്താവിന്റെ കടമകൾ, പ്രസവാനന്തര ശുശ്രൂഷകൾ എല്ലാം ഞാൻ പറഞ്ഞുതരാം. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ കൺട്രോൾ റൂമിൽ അറിയിച്ചാൽ മതി. അല്ലെങ്കിൽ മൈ ഫോൺ നമ്പർ ഈസ് 100. അതെ, സാറിന് ഇവിടെ ഇരുന്ന് സംസാരിക്കാം. അപ്പൊ പറഞ്ഞല്ലോ, അങ്ങനെ വിളിച്ചാ മതി. പിന്നെ പ്രത്യേകിച്ച് ഉണ്ടെങ്കിൽ എന്നെ വിവരം അറിയിക്കണം. എന്നെ ഓടിക്കല്ലേ നിക്കാനല്ലേ പറഞ്ഞത്? എന്താ ചെയ്യണത്? നിക്കടവിടെ. സുഭാഷ് നമ്പൂതിരി സുന്ദരേശനാണെന്ന് സ്ഥാപിച്ചെടുക്കണം. എടുത്തേ പറ്റൂ. അല്ലെങ്കിൽ അവൻ എന്റെ പൊന്നമ്മയെ വശീകരിച്ച് കൂടെ കൊണ്ടുപോകും. ഇത് നടക്കോ? വേറെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അവർക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. ചിങ്ങത്തിൽ തന്നെ കല്യാണം നടത്തണം. ഇല്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല. നടക്കില്ലേ? ഇല്ല, നടക്കില്ല. എന്ത് നടക്കില്ലെന്ന് ഇവിടെ പറഞ്ഞതാ. എവിടെ പറഞ്ഞത്? സ്വന്തമായിട്ട് ചില കാര്യങ്ങൾ പറയുകയായിരുന്നു. ഒറ്റ സ്വന്തം കൂടി അവർക്ക് വരുന്ന വിവാഹാലോചനകൾ മുഴുവൻ മുടക്കുന്നത് ഇവൻ ഒറ്റ ഒരുത്തനെ. ആ വാടകക്കാരനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ ഏതെങ്കിലും ഒരു വാടക കൊണ്ട് ഏൽപ്പിക്കാമായിരുന്നു. 19,000 രൂപ കൊടുക്കേണ്ടി വരും. അത് വേണ്ട. മണിയാ, എന്തൊക്കെയാ വിശേഷങ്ങൾ? പിന്നെ നീ എനിക്കൊരു സഹായം ചെയ്യണം. സഹായോ? ഒരു ഹെൽപ്പ്. വെറുതെ വേണ്ട. നീ ഒരു ജോലി ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന വിശറി ഞാൻ നിനക്ക് തരും. നോട്ടിന്റെ വിശറി. ഇത് മുഴുവൻ 1000-ന്റെ 500-ന്റെ നോട്ടുകളാ. അതുപോട്ട് ഇതൊക്കെ ഒറിജിനൽ ആണോന്നോ? നല്ല ഒന്നാന്തര നോട്ടാണ്. ഇത്രയും കാശ് നിനക്ക് അപ്പം തിന്നാ പോരെ? അപ്പം തിന്നണേ എന്തിനാ തങ്കപ്പ ഇത്രയും കാശ്? ഓ, ഞാൻ പറയുന്ന ഒന്ന് കേക്കടാ പോത്തെ. എന്തോന്ന് വിളിച്ച പോത്തേന്നാ? നീ വേറെ ആളെ മണിയാ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്ത്? നീ ഒരാളെ കുറിച്ച് ആരാണെന്നും എന്താണെന്നും എവിടെ നിന്നാണെന്നുമുള്ള കൃത്യമായിട്ടുള്ള വിവരം നീ അറിഞ്ഞു വരികയാണെങ്കിൽ ഈ വിശറി ഞാൻ നിനക്ക് തരും. നീ കൊതിപ്പിക്കാതെ കാര്യം എന്താന്ന് വെച്ചാൽ പറയണേ തങ്കപ്പ. പറയാം, നീ വാ. അവതുംബക താനെ അമ്പിലംബാനോ കൊടുകൈ. ഞാൻ ഏറ്റു. പ്രഭാവതി. ഓ, ഇവളെന്താ ചുവരും തുളച്ചുപോയോ? പ്രഭാവതി. അയ്യോ, പ്രഭാവതി. അയ്യോ, ഞാൻ തന്നെയായിരുന്നു. പ്രഭാവതി. ഇവളെ കട്ടിലിന്റെ അടിയിലല്ലേ? പ്രഭാവതി. അയ്യോ, ദേ പ്രഭാവതി. അയ്യോ, പേടിപ്പിച്ചു കളഞ്ഞല്ലേ. എന്തായ കാര്യങ്ങള്? അവൻ പിടിതരുന്നില്ല. സുഭാഷ് നമ്പൂതിരിയാണെന്നാണ് അവൻ എല്ലാരോടും പറയണത്. നമ്പൂതിരി അയാള് മുകളിലുണ്ടല്ലോ. ഞാൻ ഇപ്പൊ തന്നെ മുകളിലേക്ക് പോവാ. ഇപ്പൊ വേണ്ട, അവിടെ എന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ. ഞാൻ മണി പോലെ സമ്മതിപ്പിച്ചു തരാം. ചിലപ്പോൾ കായികമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും. അയ്യോ, വളക്കേ ചെയ്യാവൂ, ഒടിക്കരുതേ. പ്രഭേ, നീ നോക്കിക്കോ. അവൻ തത്ത പറയുന്ന പോലെ ഞാൻ സുന്ദരേശനാണ്
ഞാൻ സുന്ദരേശനാണ്. എന്ന് അവനെ കൂടി ഞാൻ പറയിപ്പിക്കും. സമയമില്ല, ഞാൻ ഫോണിൽ വിളിക്കാം. അവിടെ ഇരിക്ക്. പോയിട്ട് വരുമ്പോഴേ 2 ചോക്കോബാർ, 1 മട്ടൻ ബിരിയാണി, 3 ഐസ്ക്രീം കൂടി മേടിച്ചോണ്ട് വാ. തീറ്റ തിന്ന് ആത്മഹത്യ ചെയ്യാൻ പോണോ? ദേ മേടിച്ചോണ്ട് വരുന്നില്ലെങ്കിൽ ഞാൻ ഒച്ച എടുക്കാം. ഓ, കൊണ്ടുവരാം. ആ എനിക്ക് മണിയനെ അത്യാവശ്യമായിട്ട് കാണണം. സുഭാഷ് നമ്പൂതിരി CK സുന്ദരേശനാണെന്ന് തെളിയിച്ചാൽ 10,000 രൂപ ഇനാം പ്രഖ്യാപിച്ചിരിക്കുവാ. പൊന്നു, അമ്പലത്തിൽ പോയിട്ട് വരാൻ സമയമായി. നീ ഇതിന്റെ അകത്ത് വാതിലും പൂട്ടി ഇരുന്നോ? ഓക്കെ? ഓക്കേ. ആ, പോ, ഓക്കേ. പോ, പോ. എന്താ ഇവിടെ? ഞാനേ ആ ഡോർ തുറക്കാൻ നോക്കിയതാ, പക്ഷെ തുറയണില്ല. എന്നാ പ്രസാദം. ഏത് പ്രസാദ്? ആരാണവൻ? പ്രസാദം. ഓ, പ്രസാദം. എന്തൊരു ശബ്ദം? ഓ, ദേ ഈ ചെത്തിപ്പൂ താഴെ വീണ ശബ്ദമാണ് ഇപ്പോൾ കേട്ടത്. ദേ മനുഷ്യനെ കൊരങ്ങളിപ്പിച്ചാലേ ആ മുറി നാണല്ലോ കേട്ടത്. കേൾക്കും. അതാണ് ഞാൻ ആ റൂം തുറക്കാൻ നോക്കിയത്. ഒരു വലിയ ഒരു എലിപ്പൂച്ച റൂമിനകത്തുണ്ട്. എലിപ്പൂച്ചയോ? എലിയും പൂച്ചയും. നാളെ എങ്ങനെയെങ്കിലും ഈ റൂം ഞാൻ തുറക്കും. നീ പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വാ, എനിക്ക് ഭയങ്കര ദാഹം. ചെല്ലേ, പോടി, പോയി വെള്ളം എടുത്തിട്ട് വാ. പോ. രക്ഷപ്പെട്ടു. ഹലോ. ഹലോ, മണിയനല്ലേ? അതെ. ഈ ശബ്ദം പരിചയമുണ്ടോ? അല്ല, പരിചയം ഉണ്ടെന്ന് വെച്ചാ ആരെന്ന് പറ. ഞാൻ പ്രഭാവതി. ഓ, പ്രഭാവതി. ഇപ്പൊ എവിടെയുണ്ട്? ഞാൻ ജവഹർ കോളനിയിലുണ്ട്. ജവഹർ കോളനിയില? അവിടെ എവിടെ? തങ്കപ്പൻ ചേട്ടന്റെ വീട്ടിലാ. ഞാൻ ഇവിടെ താമസം ഉണ്ടെന്ന് 3ാമതൊരാൾ അറിയുന്നത് ഇപ്പൊ മണിയനാ. പ്രഭാവതി ഇപ്പൊ തങ്കപ്പന്റെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് ആരും അറിയരുത്. അത് ഞാൻ ഏറ്റു. ആ മണിയ, ഞാൻ ആകെ കൺഫ്യൂഷനില്ല. ഓ, സുഭാഷ് നമ്പൂതിരിയാണോ CK സുന്ദരേശനാണോ? ഇതല്ലേ കൺഫ്യൂഷൻ? അതെ. അത് ഞാൻ പൊളിച്ചടുക്കും. അല്ല, മണീനെ എനിക്കൊന്ന് മീറ്റ് ചെയ്യണം. ആ, അതിനെന്താ, കാണാലോ. ഓക്കെ. കേട്ടിടത്തോളം നിങ്ങളാണ് സഹോദരി. ഒരു കാര്യം 100% ഉറപ്പിക്കാം. എന്ത്? പോയത് സുന്ദരേശനാണെങ്കിൽ വന്നതും സുന്ദരേശൻ തന്നെ. ഞാൻ നേരിട്ട് ചെന്ന് കണ്ട് പാട്ട് പാടി നോക്കിയതാ. പക്ഷെ എന്റെ നേർക്കൊരൊറ്റ ചാട്ടം. എന്നെ പിടിച്ച ആ വീടിന്റെ പുറത്ത് തള്ളി കതവും അടച്ചു. ഇനി വേഷം മാറി വന്നതാണോ? സീരിയൽ എഴുത്തുകാരനാണേ സുന്ദരേശൻ. കഥയിൽ വഴിത്തിരിവുകൾ ഉണ്ടാക്കി കോളനിയിലെ പല വീടുകളിലും മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളവനാണിവൻ. ഇപ്പൊ താന്ത്രികൻ, ബാങ്ക് ഉദ്യോഗസ്ഥൻ, ബ്രഹ്മചാരി, അങ്ങനെ ചില നമ്പറുകളുമായി ഇറങ്ങിയതായിരിക്കും. ഏതായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഈ കോളനിയിൽ അന്വേഷണ ത്വരയോട് കൂടിയ കരുത്തനായ ഒരു യുവാവെങ്കിലും വേണ്ടേ? അല്ലെങ്കിലേ വരുത്തന്മാരെല്ലാം കൂടെ കോളനി കയറിയിരുന്നങ്ങ് നിരങ്ങും. ഏതായാലും പോലീസിൽ കൂടെ ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ സർക്കിൾ സാറിനെ വിളിച്ച് ഞാൻ മടുത്തു. സുന്ദരേശൻ എവിടെ ഉണ്ടെങ്കിലും പൊക്കി എന്റെ കൺമുന്നിൽ കൊണ്ടുതരാമെന്ന് എനിക്ക് വാക്ക് തന്നതാ. പക്ഷേ ഇപ്പൊ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല. സ്റ്റേഷനിൽ ചെന്ന പറഞ്ഞതേ പുള്ളി സർക്കിൾ പണിയൊക്കെ മതിയാക്കി പോയെന്നാ. അയ്യോ, ആര് പറഞ്ഞ്? അയ്യോ, അതൊക്കെ കള്ളങ്ങളല്ലേ അസൂയാലുക്കൾ പറഞ്ഞു പരത്തുന്നത്. കൊള്ള സാർ ഇപ്പൊ ട്രാൻസ്ഫോമർ ആയിട്ട് കത്തിയിരിക്കല്ലേ? അയ്യോ, ട്രാൻസ്ഫോമർ കത്തിച്ചോ? അല്ല, ട്രാൻസ്ഫർ ആയിട്ട് കത്തിയിരിക്കുകയാണെന്ന് പറയായിരുന്നു. ആ, പിന്നെ എന്തായാലും അയാളെ ഫോളോ ചെയ്യണം. സഹോദരിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഈ സഹോദരന്റെ സഹായം ആവശ്യപ്പെടാം. ഓക്കെ? ഓക്കെ. അതെ, ഇതെന്തോന്ന്? അവര് കളിക്കുന്നതാ. ഇങ്ങനെയാണോ കളിക്കുന്നത്? ഇവിടെ ഈ ജോണിന്റെ വീട് എവിടെയാണ്? ദേ അവിടെയാ. ഓ, അതാ. ഇനി അമ്മാര് വരുവോ? ഉള്ളവര് പോയേ ദൈവമേ. ജോണേ, ജോൺ, ഇവിടെ ആരും ഇല്ലേ? ജോണോ, ജോൺ, ജോണേ, ജോണോ.
മിതമായ നിരക്കിൽ തല്ല് കൊടുക്കുകയും കൊള്ളുകയും ചെയ്യും. നന്നായി. ജോണിക്കുട്ടാ, ജോണു, ജോണി, ജോൺകുട്ടാ, അടിച്ചിട്ട് ചുമക്കല്ലേ ഞാൻ. ഒന്നും ചെയ്യല്ലേ. ജോണി അല്ലേ? തല്ല് കൊടുക്കാനാണോ അതോ കൊള്ളാനാണോ? കൊടുക്കാനാണ്, പക്ഷേ ഇപ്പൊ കൊടുക്കണ്ട. ആളിനെ കണ്ട് സെറ്റപ്പ് ഒക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മതി തല്ലണോ അതോ കൊല്ലണോ എന്നുള്ള കാര്യം. ജോൺ എന്റെ കൂടെ ഒന്ന് വരണം. ആദ്യം നമുക്ക് ആളിനെ ഒന്ന് കണ്ടിരിക്കാം. എപ്പോ? ഇപ്പോ. ഇപ്പോ? ആ ബാ. എണ്ണയാണല്ലേ? കൈ പിടിച്ചാ കിട്ടത്തില്ല. ശരി, എന്നാ മുണ്ടി പിടിക്കാം. മുണ്ടിനോട് വിടാന്ന് ബാ. വാടുവച്ചേ. ജോൺകുട്ടാ, ശുഭസ്യ സീക്രം എന്നാണ് പ്രമാണം. എന്നാര് പറഞ്ഞ്? അല്ല, ഞാൻ പറയുന്നു, കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമില്ല. മക്കളെ, അച്ഛന്റെ പണിയായുധങ്ങൾ ഞാൻ എടുത്തോണ്ട് വന്നേ. കൊണ്ടുപോ. ഇല്ല ഇല്ല. ഓരോന്നോരോന്നിട്ട്. മക്കളെ, മക്കൾ അകത്ത് കയറി കഥ അടച്ചിരുന്നോ? ആരെങ്കിലും വന്നാ വെട്ടിപ്പിരുത്തോ? പൊക്കോ. പോ. യവനൊക്കെ വളർന്നാലും സ്ഥിതി. വെട്ടുകത്തെടുത്തൊന്ന് പ്രാക്ടീസ് ചെയ്തോ. കഥ അടച്ചിരുന്നോ? സാർ, ഈ വണ്ടിയിലോട്ടൊന്ന് കയറിയാട്ടെ. അല്ല, ഈ വേഷത്തിലാണ് പോണത്? ഗുണ്ടായസത്തിന് പോകുമ്പോ ഞാൻ ഈ ഡ്രസ്സേ ഉപയോഗിക്കാറുള്ളൂ. ഓ, എനിക്ക് മനസ്സിലായി. എതിരാളി ആദ്യം തന്നെ പേടിപ്പിക്കാൻ വേണ്ടി. മക്കളെ, ഇതെടുത്ത് അകത്ത് വെച്ചേരാ. സാർ, വണ്ടി എടുക്ക. ഞാൻ എടുക്കാം. എടുക്ക്. എങ്ങനെയാണ് അത് ഓടിക്കുന്നത്? ഒരു കാര്യം ചെയ്യാം ജോൺകുട്ട, ഞാനിത് പിടിച്ചേക്കാം. ജോൺകുട്ട ഇത് ചവിട്ട്. അതാണ് അതിന്റെ വൃത്തി. തങ്കപ്പണ്ണ ഒരു കൊട്ടേഷൻ ഉണ്ട്. ഞാൻ കൂടെ വരട്ടെ? നിങ്ങൾ കൂടെ ചുമക്കണേ. ഉരുട്ടി കേറ്റ്. എന്റെ ഗുരുവേ, ഞാൻ ആരാണെന്ന് എന്തരാണെന്ന് ഒരിത്തരിക്കും പിടിയിട്ടല്ലേ എന്നെ എന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണേ. പോണ പോക്കി വെട്ടി അരിയട്ടാ. ആദ്യം ആരാണെന്ന് അറിയട്ടെ, എന്നിട്ട് വെട്ടി അരിഞ്ഞതാ. നീ വണ്ടി എടു. വണ്ടി കയറി. എന്താ പറ്റി? കൈ എന്റെ ഇടയിലായി. നീ നോക്കാതെ അവിടെ ചുമ്മാ തിരി. ആളിത് തന്നെ. ഇത് CK സുന്ദരേശൻ തന്നെ, കണ്ടാലറിയാം. ഞാൻ ഇന്ന് പൊക്കും. പോന്ന് വണ്ടി ഇടന്നേ അങ്ങോട്ട്. ചവിട്ടടേ ജോൺകുട്ട അങ്ങോട്ട്. അതിന്റെ പറഞ്ഞത് അങ്ങോട്ട് പെട്ടെന്ന് ചവിട്ടങ്ങോട്ട്. ഇങ്ങോട്ട് വാടാ. ഞാൻ ആരാണെന്നാ വിചാരിച്ചത്? പുലിയടാ പുലി. അടി. നീ അല്ലടാ സുഷമനെ കളിയാക്കിയത്. നിന്നെ കുറെ നാളായിട്ട് ഞാൻ നോക്കി കിടക്കണം. അങ്ങനെയാണ്. ഇങ്ങോട്ട് വാടാ. എന്തോ സാറാ കാണിക്കുന്നത്? റോഡിൽ കിടന്ന് പിള്ളേരെ പോലെ അടി കൂടുന്നു. ഇയാളെന്നെ മനപ്പൂർവ്വം പിടിച്ചെടുത്തി കൊടുക്കാനല്ലേ ഇടിക്കാൻ? ഞാൻ വെറുതെ റോഡിൽ കിടന്ന് അടി കൂടണ്ടെന്ന് പറഞ്ഞ് പിടിച്ചാണ്. കള്ളം, പച്ചക്കള്ളം. ഈ സാർ എന്തോ പറയുന്നത്? നീ വെടി വെച്ച് കൊല്ലും. താൻ നോക്കിയോ? സാറേ, പുള്ളാളിയെ തോക്കാണത് പൊട്ടാണ്. എന്റെ അമ്മേ, നിക്കടെ അവിടെ. നിന്റെ കൊല്ലോടെ അറിയില്ലടാ. നിന്നെ ഞാൻ ഒന്ന് നിർത്തിയ പെങ്ങളെ, ആ സൈക്കിൾ ഒന്ന് അത്യാവശ്യ കാര്യമുണ്ട്. പ്ലീസ് ഒന്ന് തന്നെ. ഞങ്ങളുടെ വല്യച്ഛന്റെ പെങ്ങളുടെ മോൻ മരിച്ചു. പെട്ടെന്ന് ഒന്ന് ഇറങ്ങിയ ഇങ്ങനെ ഒരു അത്യാവശ്യ കാര്യത്തിന് നമ്മളെ സഹായിക്കേണ്ടത്. ഇപ്പൊ കൊണ്ടുതരാം. നീ വരുന്നില്ല. സാർ, എന്തോ പ്രശ്നമുണ്ട്. എന്താടോ? കേറ് സാർ, ജീപ്പിൽ പോവാം. എടോ, അത് വേണ്ട. നമ്മൾ ജീപ്പിന് പോയ സൈക്കിളിലും മുമ്പെത്തും. ഒരു സൈക്കിൾ എവിടെന്നെങ്കിലും കിട്ടാൻ എന്താ വഴി? എവിടെ പോ? ദേവന്നി നിക്കടെ അവിടെ. വണ്ടിക്ക് ബുക്കും പേപ്പറും ഉണ്ടടാ? ഇല്ല. നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ എന്തിനാണ് ഇത് കൊണ്ട് കിടക്കണത്? ഇറങ്ങടക്കട്. നീ ഇറങ്ങിക്കട്. നിന്നെ ഇവനെ ജീപ്പിലൊന്ന് വീട്ടിൽ കൊണ്ടാക്കിട്ടാ. ഞാൻ ഇപ്പൊ വരാം. അയ്യോ, ഇതിപ്പോ ഏതാ ജീപ്പ് തന്നെ ഇരുന്നല്ലോ. എന്നിട്ട് ഇങ്ങടെ പോണത് ഇങ്ങട്. എടുത്ത് ചവിട്ടടാ ജോൺകുട്ട.
ഓ ഇങ്ങനെ പോയാ വെളുത്താലും അവിടെ എത്തൂല നിർത്ത് നിർത്ത്. ഇത് പിടിച്ചോടിക്കാ നീ അതട്. അയ്യോ എന്റെ സൈക്കിള്. അയ്യോ എന്റെ സൈക്കിള്. എടുത്തോ. എടാ ജോൺകുട്ട നിന്റെ കണ്ണിൽ കൂടെ പോയി സുഖിക്ക സുന്ദരേശൻ വിട്ടോടാ. പെട്ടെന്ന് വിട്ടോ. ചാഞ്ചേട്ടി വയ്ക്കാല്ലേ വായി നോക്കി പെട്ടെന്ന് വിട്ടോളാ. വിട്ടോ വിട്ടോ വിട്ടോ. പിടിച്ചിരുന്നോ? എനിക്ക് ബാലൻസ് ഇല്ല. എടാ നിക്കാൻ. എടാ ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാൻ പാടില്ല. കുട്ടി 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 ഒരു മിനിറ്റ്. കുട്ടി ഒരു കാര്യം മനസ്സിലാക്കാം. ഞാൻ അതിഭയങ്കര ഒരു പോലീസുകാരാണ്. അത് കുട്ടി എപ്പോഴും ഓർത്തിരിക്കുന്നത് നല്ലത്. കുട്ടി പേടിച്ചു പോയി. ഈശ്വര ഇവിടെ വല്ലടത്ത് കടയുണ്ടെങ്കിൽ ബ്രേക്ക് ഒന്ന് ശരിയാക്കായിരുന്നു. എന്റെ ദൈവം ഈ പോക്ക് എങ്ങോട്ടാണ് പോണത്? ഒന്ന് ചവിട്ടി വിടറേ ജോൺകുട്ട. വലിയ മിച്ചയുടെ മരണം പറയാൻ പോകുന്ന സ്പീഡിൽ പോടേ. വളവാണേ വളവാണേ. അങ്ങനെ നമ്പൂരി ഇറക്കത്തിൽ നീ ചവിട്ടൂലേടേ. അയ്യോ അവന്റെ തലയിൽ സൂര്യൻ തട്ടിട്ട് എന്റെ മുഖത്ത് ഗ്ലെയർ അടിക്കണം. എടാ നിക്കാൻ. ദൈവം ഈ വളവൊന്നും നേരെയാക്കി ഇരുന്നില്ല. പെട്ടെന്ന് അങ്ങോട്ട് എത്തായിരുന്നു. എടാ മുടിയാ. ഒന്ന് ഇളുത്ത് ചവിട്ടടേ. എടാ ഈ രാജേഷ് എന്നെ പുലിയാടാ പുലി. ഇവരൊക്കെ എന്റെ ശരിക്കുള്ള സ്വഭാവം അറിയാൻ പാടില്ല. ഈ സൈക്കിളാണെങ്കിലും ഒന്നും ഹാൻഡിൽ തിരിയണമില്ല. നമ്പൂരി അവിടെ നിൽക്കാൻ. എങ്ങടാ ഈ പോണത്? ചവിട്ടി. എടാ വായി നോക്കിക്കാതെ വീട്ടിൽ പോടാ. സാറേ പിടിച്ചിരുന്നോ? ചവിട്ടി പിടി ജോൺകുട്ട. അങ്ങോട്ട് നീ എവിടത്തെ കൊണ്ടേടേ? മണി ഞാനും ഉണ്ട്. ഇവിടെ ഇല്ലടാ അവനെ. ഒന്ന് അല്ലെങ്കിൽ ചവിട്ടടേ ജോൺകുട്ട. എവിടെ പോയി അവൻ? 10-70 കിലോ ഉണ്ടല്ലോ കൊച്ചാ നീ. ഈശ്വര മരുഭൂമി കൂടി സൈക്കിൾ ഇവിടെ ഇത്രയും പാടില്ല. എങ്ങോട്ട് പോയി? അയ്യോ ഇപ്പൊ മരുത് എവിടെ പോയി? ഇപ്പൊ മരുത് എവിടെ പോയി നോക്കട്ടെ ഞാനൊന്ന്. ഇറങ്ങടാ. എവിടെ പോയി ഇപ്പൊ മരുത്? ഇതെന്താണിത്? ഗവൺമെന്റ് ആവശ്യമില്ലാത്ത ഓരോ സാധനങ്ങൾ കുത്തിക്കയറ്റി വെക്കുന്നതിന്റെ അകത്ത്. എടാ തിക്കാൻ. താഴെടാ. എടാ താഴെടാ. താഴെ താഴെ. ഞാൻ എവിടെ പോയി മരുന്ന് നോക്കൂത്? ഭൂമി കുലുങ്ങണേ. എല്ലാത്തിനെയും ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പിടിച്ചല്ലോ പിടിച്ചല്ലോ എല്ലാവരെയും ഞാൻ പിടിച്ചല്ലോ. ಸಂಜಾನೆ ಧೋಣಿ ಧಾನೆ